ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ അതാ ഗ്രീൻ പീസ് കഴുകി കറി വെക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഇന്ന് മക്കൾസിൻ്റെ അതായത് പെൺകുട്ടികളുടെ പരിപാടി കേട്ടോ മദ്രസയിൽ. അപ്പം നബിദിന് നമുക്ക് പെൺകുട്ടികളുടെ പരിപാടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരാഴ്ച ഏകദേശം ഒരാഴ്ച മുമ്പാണ് നമുക്ക് നബിദിൻ്റെ പരിപാടി ഉണ്ടാവില്ലേ. അങ്ങനെ ഇന്നാണ് ആ പരിപാടി. അപ്പം മോള് മാല, മൗലൂദ്, അതുപോലെ പാട്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകാൻ നിൽക്കണം. അതുപോലെ കുഞ്ഞു മക്കളെ ഒരു ഫ്ലവർ ഷോ എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അതില്ലായിരുന്നു, ഇപ്രാവശ്യം അതുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം പോകാൻ ഇന്നലെ ഞാൻ ഉഴുന്നുദോശയൊക്കെ അരച്ച് വെച്ചു. പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലോട്ട് വെച്ച് രാവിലെ അതും ആക്കി സെറ്റാക്കി അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ചോറൊന്നും ആക്കിയില്ല. ചോറ് ഇപ്പോൾ വന്നിട്ട് ഇത് ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് വന്നിട്ട് കുക്കറിൽ വേഗം വെക്കാം, ചിക്കനും ഉണ്ട്, അതെന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പിന്നെന്താ പറയുക, വേഗം കറിക്കുള്ള പരിപാടി ആക്കുകയാണ്. പിന്നെ ബീഫുണ്ട്, എന്തെങ്കിലും ചിക്കനോ ബീഫോ ഏതെങ്കിലും വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ വന്നിട്ട്. അങ്ങനെ ഇതിപ്പോൾ രാവിലത്തെ നാസ്തക്കുള്ള പരിപാടിയാണ്. സമയം എത്രയായി ചോദിച്ചാൽ 5:30 5:45 ആവണേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ മോൻ എണീക്കണ മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടേന്. അപ്പോൾ നേരത്തെ കാലത്ത് എണീച്ചിട്ടാ ഞാൻ അടിച്ചു വാരി തുടച്ചു. പൊലച്ചൊക്കെ ഏകദേശം ഒരു 5 മണിക്ക് എണീച്ചിട്ടാ അടിച്ചു വാരി തുടച്ചു. പാത്രമൊക്കെ പിന്നെ രാത്രി കഴുകിയിട്ട് കിടന്നതാട്ടോ. പിന്നെ നമ്മളെ കിടക്കപ്പായൊക്കെ സെറ്റാക്കി, മക്കൾസിൻ്റെ കിടക്ക മാത്രമേ റെഡിയാക്കാനുള്ളൂ, ബാക്കിയൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി എല്ലാം ഒതുക്കി പെറുക്കി. എന്താ അറിയോ, നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമല്ലേ ഈ അലങ്കോലായി കിടക്കണുണ്ടല്ലേ, ആകെ മൂഡ് ഓഫ് ആവും. ഒന്നാമത് നമ്മൾ എവിടെ പോയി നമുക്ക് തീരെ വയ്ക്കൂല കേട്ടോ. അപ്പം എല്ലാം സെറ്റാക്കി പോയാലോ ഒരു സമാധാനത്തിൽ കയറി വരാമല്ലോ, അതുകൊണ്ട് നേരത്തെ എണീച്ചതാട്ടോ. അല്ലെങ്കിൽ ആ സമയത്ത് എന്തായാലും എണീക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരിമാവൊക്കെ നല്ല പൊന്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ തവയിൽ ഉഴുന്നുദോശ ഇതുവരെ ചുട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു പുറപ്പാടാണ്, അതിൻ്റെ അതൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഈ ഉഴുന്നുദോശ അരച്ചാലൊക്കെ അത് പൊന്തിയില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ആ ഒരു പൊന്തിയത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക സന്തോഷമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൂടിയൊക്കെ വെക്കണുണ്ടില്ല ഞങ്ങൾ പ്ലേറ്റ് കൊണ്ട്. അപ്പോൾ നമുക്കൊരു മൂടിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇത് വെച്ചാൽ എൻ്റെ പഴയ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു മേലെ, ഭരത്തിൻ്റെ മേലെ, അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയത് ഞാൻ എൻ്റെ പുരയിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അവിടെ എന്താ പറയുക, നമ്മളെ ഇതില്ലേ ഗ്രൈൻഡറില്ലേ അതിൻ്റെ മൂടിയാണ്. ഗ്രൈൻഡറിൻ്റെ ഒരു മൂടി ഉണ്ടാവുമല്ലോ, അതിൻ്റെ മൂടിയത് നമ്മൾ അരി അരക്കുന്ന ഗ്രൈൻഡറിൻ്റെ. അപ്പം അത് ഞാൻ ഇതിൻ്റെ മുമ്പ് ആദ്യത്തെ ദോശപാത്രത്തിനൊക്കെ എടുത്തതായിരുന്നു പാടിയിലുള്ള സമയത്ത്. അപ്പോൾ അതിൻ്റെ മൂടി ഞാൻ മേലെ എടുത്ത് വെച്ചിട്ട് അതൊക്കെ കഴുകി സെറ്റാക്കിയപ്പോൾ അതിന് കറക്റ്റായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ചായപൊടിയൊക്കെ കഴിഞ്ഞ് മദ്രസയ്ക്ക് പോകണം. കുക്കു രാവിലെ പോയി, ടുട്ടുവിൻ്റെ കൂടെ കേട്ടോ മദ്രസയ്ക്ക് വന്നത്. അങ്ങനെ മദ്രസിൻ്റെ അടുത്തെത്തി. അപ്പോൾ മക്കൾസും എല്ലാവരും ഉണ്ടായിരുന്നു പുറത്ത് സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ പാരൻസൊക്കെ വരുന്നേ ഉള്ളൂ. ഞങ്ങളൊരു 5-6 ആൾ വേഗം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ മാലി മൗലൂദൊക്കെ പ്രാക്ടീസ് ചെയ്യാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പാരൻസൊക്കെ വന്നു കേട്ടോ. ഞങ്ങൾ വന്നതിന് ശേഷമാണ് അധികം ആൾക്കാരും വന്നത്. പിന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ടാക്കി. നല്ല പരിപാടിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനൊക്കെ. നല്ല പ്രാക്ടീസ് ഇട്ടിരിക്കുന്നു കേട്ടോ മക്കൾക്കൊക്കെ, അത് കാണാനുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇത്ര പാരൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. പാരൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയൊന്നുമില്ല. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ നല്ല അടിപൊളി പരിപാടിയാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം എക്സ്ട്രാ കുറേ പരിപാടികളുണ്ട്. ഈ ഫ്ലവർ ഷോ ഒന്നും ഇതുവരെ മദ്രസയിൽ ഉണ്ടായിട്ടില്ല, പെൺകുട്ടിയൊക്കെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം കുഞ്ഞു മക്കളാണ്, 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലേക്ക് കുഞ്ഞു മക്കൾ ചെയ്യുന്നു. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവും. അപ്പം ഞാനിത് ഷോർട്സ് ആയിട്ട് എന്താ പറയുക അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇത് വലിയ ലെങ്ത്ത് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ആ പാട്ട് ഇതിലുള്ള പാട്ട് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ഇടാത്തത്. നല്ല എന്താ പറയുക, അത് എല്ലാവർക്കും കാണാൻ നല്ല രസമുള്ളൊരു പരിപാടി. അതുപോലെ നല്ലൊരു പാട്ടുമായിരുന്നു കേട്ടോ അതിനൊരു പ്ലേ ചെയ്തത്. പക്ഷെ എന്താ വെച്ചാൽ കോപ്പിറൈറ്റ് പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. അതുകൊണ്ട് നമ്മളത് വേണ്ട വെച്ചു. അതാണ് ഞാൻ ഷോർട്സ് ആക്കിയിട്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ പരിപാടി. പിന്നെ ഗ്രൂപ്പ് സോങ്, മാല, മൗലീദ്, അതുപോലത്തെ ഗ്രൂപ്പ് ഐറ്റംസുകളൊക്കെ വന്നിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കുഞ്ഞു മക്കളെ പരിപാടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്, കേൾക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ നേരെ പുരയിലെത്തിയിട്ട് ഫുഡിൻ്റെ പരിപാടി കേട്ടോ.
അപ്പം വേഗത ബീഫൊക്കെ വെക്കുകയാണ്. അപ്പം ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചെന്നാൽ ബീഫ് വേഗം കുക്കറിൽ വെച്ചിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇടാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി സെറ്റാക്കി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. അതൊക്കെ ഒന്ന് സെറ്റാക്കി അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക ഉള്ളിയൊക്കെ മുറിച്ച് സുറുക്കയിലൊക്കെ ആക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടോ. പിന്നെ മോനൊന്ന് കുളിപ്പിക്കാനുണ്ടായിരുന്നു. മോനെ കഴുകി ഒന്ന് കുളിപ്പിച്ച് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടായി. അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിട്ടോ. പിന്നെ ബീഫ് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടില്ല. ഞാനൊന്ന് വറ്റിച്ച് ഒരു എന്താ പറയുക ഒരു പെരക്കില്ലേ അതുപോലെ ഒരു പെരക്കല്ല ഒരു പെരട്ട് പോലെ അതുപോലെയൊക്കെ ആക്കി സെറ്റാക്കി എടുത്തിട്ടാണ്. പിന്നെ ഇനിയിപ്പോൾ മദ്രസയിൽ എന്താ പരിപാടി ഉണ്ട്. എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഓഫ് സ്റ്റേജ് ആയിട്ടുള്ള കുറച്ച് പരിപാടി ഉണ്ട്. സ്പൂൺ റൈസിങ്, ക്വിസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളെ നിബിധത്തിൻ്റെ 2 ദിവസം മുമ്പ് വരെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ സ്റ്റാൻഡിലാണ് ഫോൺ വെച്ചത്. അപ്പം അതിൽ മോനെ തന്നെ കാണുമ്പോൾ ഒരു എന്താ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞാൻ ഓനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തതാ കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. ഞാനാണോ ഞാൻ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കാം. അങ്ങനെ ചോറൊക്കെ റെഡിയായി. പിന്നെ അതിൻ്റെ ഇടയിൽ പപ്പടം പൊരിച്ചു. പിന്നെ നമ്മളെ അച്ചാറുണ്ടായിരുന്നു, കണ്ണിമാങ്ങ അച്ചാറുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ തിന്നാണ്. അപ്പോൾ ഈ ടുട്ടുവിന് ഫോൺ കണ്ടാലേ അവൻ ചോറ് തിന്നത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കി വിളമ്പി ഒന്ന് എടുക്കുന്ന വീഡിയോസ് മാത്രമേ എടുക്കുള്ളൂ. പിന്നെ തിന്നുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ നമുക്ക് ഫോൺ കൈ കിട്ടില്ല. അപ്പോൾ ഫോണിക്കത് വേണ്ടി വരും കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റായി. പിന്നെ ഞങ്ങൾ ചോറും നിലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ചേരം കിടന്ന് പിന്നെ വൈകുന്നേരത്തേക്ക് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഒരു മോനെ നോക്കി തരുമ്പം അതിൻ്റെ പ്രതിഫലമായിട്ട് എൻ്റെ ഫോൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോണൊക്കെ കൊടുത്തിട്ടാട്ടെ കുട്ടീനെ നോക്കി തന്നത്. അപ്പോൾ കുക്കു ഫ്രണ്ട്സൊക്കെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് സപ്പോർട്ടാക്കാൻ മറക്കല്ല. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.